അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ലിപ്പും സ്കേർട്ട് മാത്രമേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വണ്ടി വന്ന അതേ കണ്ടീഷനാണ്. കസ്റ്റമർ സാറ് വണ്ടി എടുത്ത് നേരെ നമ്മുടെ അടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. നല്ല കണ്ടീഷനുള്ള വണ്ടിയായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റും കൊടുത്തിട്ടാണ് സാർ എടുത്തിരിക്കുന്നത്. എടുത്തിട്ട് നമ്മളതിൽ കൊണ്ടുവന്നു. ബാക്കിയുള്ള എക്സ്ട്രാ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റും നമ്മൾ ചെയ്തു. ഇതിലുണ്ടായിരുന്നത് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയായിരുന്നു. സാധാ RS എങ്ങനെയാണോ സ്റ്റോക്ക് കണ്ടീഷൻ, ആ കണ്ടീഷനിലായിരുന്നു വണ്ടി. അതിനുശേഷം നമ്മൾ ഫുൾ ആൾട്രേഷൻ വർക്ക് ഇതിനകത്ത് ചെയ്തു. ഇതിൽ നമ്മൾ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൽ DRL കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ ക്രിസ്റ്റൽ വരുന്ന ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്, ട്യൂബല്ല കൊടുത്തിരിക്കുന്നത്, ക്രിസ്റ്റലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ബോണറ്റിലെ ക്രോം നമ്മൾ മാറ്റി ഒറിജിനൽ തന്നെ ആക്കിയിട്ടുണ്ട്. ടൊയോട്ടയുടെ ലോഗോ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നെഗോയുടെ ആൻറ്റിന ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗ്രിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടാഗ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് നമ്മുടെ പാത്തൂലുണ്ടായിരുന്ന ആ സെയിം നമ്പർ പ്ലേറ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. 2 എക്സ്ട്രാ വരുന്ന ഫോഗ് ലാമ്പ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹൈ ബീമും ലോ ബീമും വരും, ഇൻഡിക്കേറ്റർ വരും, DRL വരും. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അടിയിൽ നമ്മൾ ബാർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ലിപ്പിൽ വരുന്ന ഒരു ഫ്ലാഷ് റൺ കൊടുത്തിട്ടുണ്ട്. ബമ്പറിൽ തന്നെ സ്കേർട്ടിൽ തന്നെ നമ്മൾ DRLും ഇൻഡിക്കേറ്ററും വരുന്ന ആ ഒരു മെട്രിക്സ് ലൈറ്റും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലിപ്പിൻ്റെ താഴെ എക്സ്ട്രാ നമ്മളൊരു സാമുറായിയുടെ ലിപ്പാണ് വരുന്നത്, അതും അതിൽ ക്രോമും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ വണ്ടിയിലും ഈ ഗോൾഡ് അടിച്ചതിന് ഗോൾഡും ബ്ലാക്കും ആണ് ചെയ്യുക. ഈ കാണുന്നതൊക്കെ ബ്ലാക്കാണ് ചെയ്യുക. പക്ഷേ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് ബോഡിയിൽ വരുന്ന കളർ ഗ്രീനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അത് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും കൂടുതൽ അറിയുന്നത്. ഈ സൈഡ് ആ 2 കോർണർ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഗ്രീന് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതിന് തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയുണ്ട് കാണാനായിട്ട്. ബ്ലാക്കിനേക്കാളും കുറച്ചുകൂടെ എടുപ്പായിട്ട് തോന്നുന്നത് അതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെഡിൽ മറ്റേ എക്സ്ട്രാ വരുന്ന ഫോഗ് ലാമ്പിലും ആ ഒരു സിൽവറും നമ്മൾ ആ ഒരു ഗ്രീനും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും വണ്ടിയോട് മാച്ച് ആവുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയും എക്സ്ട്രാ ഭംഗിയുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു വരുന്നത്. അത് മാറ്റി നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബോഡി കളറിലെ ടൂണിൽ അത് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു രസമുണ്ട്. ഇനിയിപ്പോൾ ഉള്ള വണ്ടികളിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഒരു ഭംഗി ഉണ്ടാവും. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ വരുത്തിയിട്ടുള്ള മാറ്റം. പിന്നെ നമ്മൾ ഫോഗ് ലാമ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്ന ഫോഗ് ലാമ്പ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അലോയ് വീല്, BBSൻ്റെ അലോയ് വീല് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കും സിൽവറും വരുന്ന ആ ഒരു ടൂണിലാണ്. അതിൽ മറ്റേ നെറ്റ് ഒരു ഗോൾഡിലും വരുമ്പോൾ വണ്ടിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ സ്പേസർ ഇട്ടിട്ടുണ്ട്. സ്പേസർ ഇട്ടാൽ നമുക്ക് കറക്റ്റ് ബോഡി ലെവലാണ് നിൽക്കുന്നത്. വണ്ടി പുറത്ത് നിൽക്കുക ഫൈൻ കിട്ടുക അങ്ങനെയൊന്നും ആവില്ല. കറക്റ്റ് ബോഡി ലെവലാണ് നിൽക്കുന്നത്. നമ്മൾ സ്പേസർ ഇടാതെ ഇത് ഫിറ്റ് ചെയ്യാനും ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാനും പറ്റില്ല. നേരെ പോയി അപ്പുറാമലും മുട്ടും. അതുകൊണ്ട് നമ്മൾ സ്പേസർ ആഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൈലക്സിൻ്റെ മിറർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഹൈലക്സിൻ്റെ മിറർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ പീസോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഒരു അഡ്ജസ്റ്റർ മാത്രം അടിയിലൊരു കൊടുക്കും. പക്ഷേ കാണാൻ നീറ്റായി തന്നെ ഇരിക്കും. ഇങ്ങനെ പൊന്തി അങ്ങനെ നിൽക്കൊന്നുമില്ല, കറക്റ്റ് ആ ലെവലിൽ തന്നെ നിൽക്കും. ഹൈലക്സിൻ്റെ മിറർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുട് സ്റ്റെപ്പ് സ്റ്റീൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ നമ്മൾ ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ബീഡിങ്ങും അതിലൊരു ക്രോമും ആഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ടിപ്പാണ് കൊടുത്തിരിക്കുന്നത്, ഡബിൾ അല്ല കൊടുത്തിരിക്കുന്നത്, സിംഗിളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ബീഡിങ് കൂടെ വരുമ്പോൾ ഡബിൾ ആകുമ്പോൾ ഒന്നുകൂടെ താഴത്തേക്ക് ഇറങ്ങും, താഴെ മുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ സിംഗിൾ കൊടുത്തിട്ട് അതിൽ ബ്ലാക്ക് ബീഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഡ് ഫ്ലാപ്പും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഔട്ടർ ഹാൻഡിലും നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് ഗാർണിഷും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് നമ്മുടെ അതേ പാത്തിൽ വരുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ബാക്കിൽ ഡിക്കിയിലെ ക്രോമ് മാറിയിട്ടുണ്ട്. ബോഡിയിൽ പെയിൻറ്റ് നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ബോഡിയിലെ സിൽവറിലോ ബോഡി പെയിൻറ്റിൽ നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല. നമ്മൾ സ്കേർട്ടിൽ ലിപ്പ് മാത്രമേ മാറ്റിയിട്ട് പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഡബിൾ സൈലൻസർ ടിപ്പ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ അല്ല, ഡബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുമ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബൾക്കി ലുക്ക് നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കംപ്ലീറ്റ് ഫില്ലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്തെ സൈലൻസർ ഡമ്മിയാണ്, ഇതിൽ മാത്രമേ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലെ ലിപ്പിലും നമ്മൾ ബ്ലാക്ക് കൊടുക്കാതെ ആ ബോഡിയുടെ കളർ ഗ്രീൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റും. പിന്നെ അതുപോലെ ബാക്ക് സ്കേർട്ടിൽ മെട്രിക്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻഡിക്കേറ്റർ, ബ്രേക്ക്, അതുപോലെ പാർക്കും വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലെ ലിപ്പിലും നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്കും ആ ഒരു ക്രോമിൻ്റെ ഒരു ബീഡിങ്ങും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീറ്റിൻ്റെ റിയർ വൈപ്പർ ആം സെറ്റും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വൈറ്റ് കർട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് കസ്റ്റമർ റിക്വസ്റ്റ് ആണ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിക്ക് തന്നെ നമ്മൾ ബാക്കിലൊരു വൈറ്റ് കർട്ടണും കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ 360 സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് HODയുടെ
ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റും സോണിയുടെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. സ്പീക്കർ ഫ്രണ്ടിലും ബാക്കിലും കോമ്പണൻറ്റിൻ്റെ പോലെ ട്യൂട്ടറും വൂഫറും വരുന്നത് പോലുള്ള സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. സോണിയുടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സെൻറ്റർ കൺസോൾ നമ്മൾ ഹൈഡ്രോ ടിപ്പിംഗ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലാക്കും റെക്സിനും ഇട്ടിട്ട് നമ്മൾ ഹാൻഡ് റെസ്റ്റും അതുപോലെ ഗിയർ ലിവറിൻ്റെ നോബും ഗിയർ ലിവറിൻ്റെ കവറും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ LCയുടെ GR സ്റ്റിയറിംഗ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന ആ സെയിം സ്റ്റിയറിംഗ് തന്നെയാണ്. ആ സെയിം സ്റ്റിയറിംഗ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഇൻറ്റീരിയറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ഡാഷ്ബോർഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഡാഷ്ബോർഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നമ്മൾ നൂഡിൽസിൻ്റെ മാറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 70 മാറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് മേലെ ഒരു നൂഡിൽസ് മാറ്റ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും പൊടിയും കറക്റ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. സീറ്റ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് കസ്റ്റമർ കൊണ്ടുവന്ന് തന്നെയാണ്. ഇതിനകത്ത് ചുമ്മാ ഇട്ട് വെച്ചെന്ന് മാത്രം കസ്റ്റമർ കൊണ്ട് സപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഇൻറ്റീരിയറിൽ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലും അതേപോലെ സൗണ്ട് സിസ്റ്റം നമ്മൾ സോണിയുടെ തന്നെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് മോണിറ്റർ HODയുടെ ഹെഡ് റെസ്റ്റ് മോണിറ്ററും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മോണിറ്റർ ആഡ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വീഡിയോ ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ആ ഫ്രണ്ടിൽ കിട്ടുന്ന അത്രയും പെർഫെക്ഷനുള്ള വീഡിയോ ഔട്ട് കിട്ടില്ല. ഇതിനകത്ത് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും, എങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ HODയുടെ തന്നെ നമ്മൾ ആൻഡ്രോയിഡാണ് കേട്ടോ ഇത്. ആൻഡ്രോയിഡ് ഹെഡ് റെസ്റ്റ് മോണിറ്റർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ സീറ്റിൽ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. ബാക്ക് എല്ലാ സീറ്റും ജെന്യൂൻ വന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിലും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സോണിയുടെ തന്നെ ഓവൽ സ്പീക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് സോണിയുടെ എക്സ്പ്ലോഡ് 180 വാട്ട്സിൻ്റെ എക്സ്പ്ലോഡ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബോക്സും നമ്മൾ തന്നെ കസ്റ്റം ചെയ്തെടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടിയുടെ സീറ്റ് ഓരോരോ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോക്സ് ഇതിനകത്ത് സെറ്റ് ആവില്ല, ഗ്യാപ്പ് കറക്റ്റ് ആവില്ല. അതിനുവേണ്ടി നമ്മൾ തന്നെ ഇവിടെ തന്നെ ബോക്സ് ഉണ്ടാക്കിയിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ നല്ല ബീറ്റും ഇതിനകത്ത് കിട്ടും. നമ്മൾ അതിനുള്ള വോളിയം കൂട്ടിയിട്ട് തന്നെയാണ് ബോക്സും സെറ്റ് ചെയ്തത്. അതുകൊണ്ട് നല്ല ബീറ്റും കാര്യങ്ങളും ഇതിനകത്ത് പക്കയായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.